ഒരുപാട് പേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളാണ് ഇതിൽ ഭൂരിഭാഗമുള്ളത്. അപ്പൊ ഇവരുടെ ശാരീരികമായിട്ടുള്ള ഇന്ന് വരെയുള്ള ഒരു എന്താ പറയുക വേശ്യാവൃത്തി, അതിനെ ഒറ്റ ദിവസം കൊണ്ട് ശീലാവതിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാല്, ആ യുവതി എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. കഞ്ചാവ് കേസിലെ പ്രതിയാണ്. മനസ്സിലാക്കണം, കഞ്ചാവ് കേസിലെ പ്രതിയെയാണ് ഇപ്പോ അതിന്റെ പേരെന്ന് പറഞ്ഞാല് പെൺകുട്ടിയുടെ യുവതിയുടെ പേര്, പെൺകുട്ടിയും അവളുടെ ഭർത്താവ് ജിൻഡോ മോസസ്, ഇവർ രണ്ടുപേരും ചേർന്ന് കഞ്ചാവ് ബിസിനസ്സും മറ്റ് ശാരീരികമായിട്ട് ഹണി ട്രാപ്പിൽപ്പെടുത്തി ഒരുപാട് പേര് കാശ് കൊള്ളയടിക്കുന്ന ഒരു ഫാമിലിയാണ്. മനസ്സിലായില്ലേ? ശ്രീ വട്ടിയൂർ ജഡ്ജിമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരുപാട് മലയാളത്തിലെ നടന്മാരെ പറ്റി ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. ഈ സമയത്ത് ഓൾ കേരള മനുഷ്യ അസോസിയേഷൻ പുരുഷ സംഘടനയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇത് നടി ആക്രമിക്കപ്പെട്ട ആ സമയം 7 വർഷമാകും. ആ സമയത്താണ് WCC എന്ന് പറയുന്ന ഒരു സംഘടന, കുറച്ച് ഫെമിനിസം തലയ്ക്ക് പിടിച്ച കുറച്ച് നടിമാര് ചേർന്ന്, അതിൽ മഞ്ജു വാര്യർ ഉൾപ്പെടെ മുന്നിൽ നിന്നാണ് ഈ WCC സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ ഒരു സംഘടന സ്റ്റാർട്ട് ചെയ്യുകയും അവർ വന്ന് മുഖ്യമന്ത്രിയെ കാണുകയും സിനിമാ മേഖല മൊത്തം കുറച്ച് ദുഷിച്ച് നാറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വെക്കണമെന്ന് പറയുകയും, അപ്പൊ ഈ നടിമാര് എല്ലാവരും കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് നിന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തോ ചെറിയൊരു ഉന്മേഷം വന്നു. അദ്ദേഹം ഒരു കമ്മിറ്റി രൂപീകരിച്ചു, ഹേമ കമ്മിറ്റി രൂപീകരിച്ചു അന്വേഷിക്കുവാൻ വേണ്ടി വിട്ടു. ഇതിൽ നമ്മുടെ സാധാരണ ജനങ്ങളുടെ കാശെന്ന് പറഞ്ഞാൽ 1,08,00,000 രൂപയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു വേണ്ടി പൊടിച്ചത്. അപ്പോ ഇവർക്ക് വേണ്ടി ഇത്രയും 1,08,00,000 രൂപ മുടക്കുമ്പോ അവർക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ അതിനുവേണ്ടി അവര് ഒരു വിഭാഗം സ്ത്രീകളെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുഖം കാണിച്ചിട്ടുള്ള കുറച്ചു പേരുടെ റിപ്പോർട്ടുകൾ എഴുതി. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. അപ്പോ ഇതിന്റെ വൺ സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ. നടന്മാരുടെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ഈ നടന്മാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും ഈ ഹേമ കമ്മിറ്റിയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രി കൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഏകദേശം 4 വർഷം കഴിഞ്ഞു ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട്. ഇപ്പോ രഞ്ജിനി എന്ന് പറയുന്ന നടി, അവർ ഈ ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കുവാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് കാറെടുത്ത് അവരുടെ സ്വന്തം ചെലവിൽ തിരുവനന്തപുരത്ത് വന്ന് റിപ്പോർട്ട് കൊടുത്ത രഞ്ജിനി ഹൈക്കോടതിയിൽ പോയിരിക്കുകയായിരുന്നു. അവർ കൊടുത്ത റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കോടതി അത് അനുവദിച്ചില്ല. കാര്യം ഇതെല്ലാം കുറെ എഡിറ്റിംഗ് ഉണ്ട്. എഡിറ്റിംഗിൽ കൂടി ഒരു അജണ്ട വച്ചിട്ടാണ് കാര്യങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും പിന്നീട് ഉണ്ടായിട്ടുള്ള നടപടികൾ. എന്തായാലും ഇപ്പോ പുറത്തു വന്നു, സിദ്ദിഖ് ഉൾപ്പെടെയുള്ള സിനിമയിലെ മുഖ്യധാര നടന്മാരല്ല ഇപ്പൊ പെട്ടിരിക്കുകയാണ്. യുവനടൻ നിവിൻ പോളിക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നിവിൻ പോളിക്കെതിരെ വന്നിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ വന്നിട്ടുള്ളതിൽ 99% വ്യാജ പരാതികൾ തന്നെയാണ്. കാരണം ഇവരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിനിമയിലെ 1-2 സിനിമയിൽ മുഖം കാണിച്ചിട്ടുള്ളവരാണ് ഈ ആരോപണങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് പണവും പ്രശസ്തി, ഇത് രണ്ടും തന്നെയാണ്. കാരണം ഇന്ന് ഫീൽഡ് ഔട്ട് ആയിരിക്കുകയാണ്, ജനശ്രദ്ധയില്ല, ഈ നടന്മാരാരും മൈൻഡ് ചെയ്യുന്നില്ല. അന്ന് സൗഹൃദത്തിൽ നല്ല സ്നേഹമായിട്ട് പെരുമാറിയിരുന്ന നടന്മാരിന്ന് അവരെ മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവരെന്ത് വിചാരിച്ചു, കുറച്ച് പണവും സമ്പാദിക്കാം, പേരും കിട്ടും, പ്രശസ്തിയും ഉണ്ടാവും. ഞാൻ ഇന്ന് വരെയുള്ള എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളാണ് ഇതിൽ ഭൂരിഭാഗമുള്ളത്. അപ്പൊ ഇവരുടെ ശാരീരികമായിട്ടുള്ള ഇന്ന് വരെയുള്ള ഒരു എന്താ പറയുക വേശ്യാവൃത്തി, അതിനെ ഒറ്റ ദിവസം കൊണ്ട് ശീലാവതിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാല്, ആ യുവതി എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. കഞ്ചാവ് കേസിലെ പ്രതിയാണ്. മനസ്സിലാക്കണം, കഞ്ചാവ് കേസിലെ പ്രതിയെയാണ് ഇപ്പോ അതിന്റെ പേരെന്ന് പറഞ്ഞാല് യുവതിയുടെ പേര്, പെൺകുട്ടിയും അവളുടെ ഭർത്താവ് ജിൻഡോ മോസസ്, ഇവർ രണ്ടുപേരും ചേർന്ന് കഞ്ചാവ് ബിസിനസ്സും മറ്റ് ശാരീരികമായിട്ട് ഹണി ട്രാപ്പിൽപ്പെടുത്തി ഒരുപാട് പേര് കാശ് കൊള്ളയടിക്കുന്ന ഒരു ഫാമിലിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലുള്ള ഹണി ട്രാപ്പിൽപ്പെടുത്തുന്ന സ്ത്രീകളാണ് ഇതിനു വേണ്ടി ആരോപിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ
നിവിൻ പോളി അദ്ദേഹം ഒരു വ്യാജ പരാതി ഉണ്ടാക്കി അത് പോസ്റ്റ് ചെയ്തു, അത് പുറത്തുവിട്ടു എന്നുള്ളതാണ്. നിവിൻ പോളിക്കൊന്നും പണിയില്ലാതിരിക്കുന്ന ആളല്ല, വേറെ 100,000 ജോലിയുള്ള വ്യക്തിയാണ്, സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നിവിൻ പോളിയൊക്കെ ഇവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഇവർക്കൊരു ക്രെഡിറ്റ് ആണ്. അപ്പൊ അതാണ് ഇവിടെ നടപ്പിലാവുന്നത്. എന്തായാലും ഇത് കുറച്ചു ദിവസം എന്തായാലും വലിയ നാളൊന്നും നീണ്ടുപോകില്ല. ഇവർ വിചാരിച്ചപ്പോ ഒരു കാര്യം WCC ഇവരെല്ലാവരും കൂടെ വിചാരിച്ചപ്പോ അമ്മ സംഘടനയെ ഒരല്പം തരം താഴ്ത്തുവാനും ആ സിനിമാ മേഖലയിലെ നടന്മാർ മൊത്തം ദുഷ്പേരുള്ളവരാണ്, അവർ ശരിയായിട്ടുള്ള നടപടിയല്ല, അവരുടെ ജീവിതം ശരിയല്ല എന്ന് താറടിപ്പിച്ച് കാണിക്കുവാൻ ഒരു അവസരം വന്നു. അത് അവർക്ക് എന്തായാലും അവർക്ക് വർക്കൗട്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്നലെ എന്തായിരുന്നു മലയാള സിനിമ, നാളെയും അത് തന്നെ ആയിരിക്കും, അതിലൊരു മാറ്റവുമില്ല. ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇവരുടെ ഇപ്പൊ ഒരു പുകമറ സൃഷ്ടിക്കുവാൻ അവരെ കൊണ്ട് കഴിഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നു.